ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ DLED സംസ്ഥാനത്ത് LP UP ക്ലാസുകളിൽ അധ്യാപകരാകാനുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ് DLED. DLEDുമായി ബന്ധപ്പെട്ട് DLED കോഴ്സുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റായി ചെയ്ത വീഡിയോകളുടെ താഴെ വന്ന പ്രധാനപ്പെട്ട കമന്റുകൾ, അതോടൊപ്പം നമുക്ക് ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും വന്ന പ്രധാനപ്പെട്ട സംശയങ്ങളിൽ ഒന്നാണ് DLED കോളേജുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്റെ ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏതൊക്കെ DLED ഗവൺമെന്റ് കോളേജുകളുണ്ട്, ഏതൊക്കെ എയ്ഡഡ് കോളേജുകളുണ്ട്, കോഴിക്കോട് ജില്ലയിലെ സെൽഫ് ഫിനാൻസ് കോളേജുകൾ ഏതൊക്കെയാണ്. നമുക്കറിയാം, നമുക്ക് ഓരോ ജില്ലയിലും അനേകം സ്ഥാപനങ്ങൾ ഗവൺമെന്റ്, എയ്ഡഡ് മൈനോറിറ്റി, സെൽഫ് ഫിനാൻസ് മേഖലകളിൽ DLED കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ കോളേജ് കാറ്റഗറിയെ കുറിച്ച് ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അതേ തുടർന്നാണ് കൂടുതൽ എൻക്വയറീസ് വന്നത്, കോളേജ് ലിസ്റ്റ് വീഡിയോ ചെയ്യാമോ. അത്യാവശ്യം കോളേജുകളുടെ എണ്ണം കൂടുതലുള്ളത് എന്നതുകൊണ്ട് തന്നെ നമുക്ക് ലെങ്തി വീഡിയോ വരും. അതുകൊണ്ട് തന്നെ 2 പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഇങ്ങനെ വീഡിയോ ചെയ്യണമോ എന്ന്. എന്നാൽ വീണ്ടും എൻക്വയറീസ് വന്നപ്പം ഒരു പോൾ നടത്തി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോയുമായി വന്നിരിക്കുക. ഇതൊരു ലെങ്തി വീഡിയോയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ കോളേജുകളുടെ ലിസ്റ്റ് അറിയണമെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി. മാത്രമല്ല, നിങ്ങൾക്ക് ഒത്തിരി സമയം വേണ്ടി വരും. അതുകൊണ്ട് വീഡിയോ പോസ് ചെയ്ത് കാണുക. മുഴുവൻ സ്ഥാപനങ്ങളുടെയും പേര് ഞാൻ വായിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ നിന്ന് പോസ് ചെയ്തോ അല്ലെങ്കിൽ വീഡിയോ സ്പീഡിൽ പ്ലേ ചെയ്തോ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏതായാലും ലെങ്തി വീഡിയോ ആണെങ്കിലും DLED കോഴ്സ് സ്ഥാപനങ്ങളെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഇതുപോലെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് വരുമ്പോൾ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അങ്ങനെ ചെയ്തെങ്കിൽ നമ്മളിപ്പോൾ 100K ക്രോസ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ ദയവായിട്ട് ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യമാണ്, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ DLED കോളേജുകളുടെ ലിസ്റ്റ് പരിശോധിക്കാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, 2024 അധ്യയന വർഷം DLED അഡ്മിഷൻ നോട്ടിഫിക്കേഷനുമായി അനുബന്ധിച്ച് റിലീസ് ചെയ്ത കോളേജുകളുടെ ലിസ്റ്റാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഇൻഫർമേഷനിലേക്ക് പോകാം. സംസ്ഥാനത്ത് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ഗവൺമെന്റ്, എയ്ഡഡ് മേഖലയിലെ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം. ജില്ലാ അടിസ്ഥാനത്തിലാണ് ലിസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിൽ ഷെയർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ സ്ഥാപനങ്ങളുടെയും പേര് സെപ്പറേറ്റ് വായിക്കുന്നില്ല. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോളേജിൻ്റെ പേരിന് ശേഷം ഗവൺമെന്റ്, എയ്ഡഡ് അല്ലെങ്കിൽ എയ്ഡഡ് മൈനോറിറ്റി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കൂടാതെ എത്ര സീറ്റുകൾ അവൈലബിൾ ആണ് എന്ന വിവരവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ എയ്ഡഡ്, അതോടൊപ്പം ഗവൺമെന്റ്, എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ശ്രദ്ധിക്കുക, ഓരോ കോളേജിൻ്റെയും പേര് വായിക്കുന്നില്ല. വീഡിയോ നിങ്ങൾ പോസ് ചെയ്തോ അല്ലെങ്കിൽ ആ രീതിയിൽ കാണുവാനായി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കോളേജുകളുടെയും പേര് വായിച്ചാൽ വീഡിയോ ലെങ്തിയാകും. അതുകൊണ്ടാണ് നമ്മൾ മുഴുവൻ പേരുകളും വായിക്കാത്തത്. തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. താഴേക്ക് പോവുകയാണ് എങ്കിൽ കൊല്ലം ജില്ലയിൽ ഏതൊക്കെയാണ് ഗവൺമെന്റ്, എയ്ഡഡ്, അതോടൊപ്പം എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ പോസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്പീഡ് കുറച്ച് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലുള്ള ഏറ്റവും അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാപനം ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് താഴേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഗവൺമെന്റ്, എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും. എല്ലാ ജില്ലകളിലും തന്നെ ഡയറ്റ് ഉണ്ട്. ഡയറ്റ് നമുക്ക് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. സീറ്റുകളുടെ എണ്ണവും നിങ്ങൾക്ക് അവസാന കോളത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. പത്തനംതിട്ട ജില്ലയിലെ സ്ഥാപനങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ആലപ്പുഴ ജില്ലയിലേക്ക് നമുക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ ഗവൺമെന്റ്, അതോടൊപ്പം എയ്ഡഡ്, അതുകൂടാതെ എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പത്തനംതിട്ടയ്ക്ക് ശേഷം ആലപ്പുഴ ജില്ല വരുന്നു. ആലപ്പുഴ ജില്ലയിലെ സ്ഥാപനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, എയ്ഡഡ് മൈനോറിറ്റിയും ഉണ്ട്. എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങൾ എയ്ഡഡ് സ്ഥാപനങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൻ്റെ മാനേജ്മെൻറ്റ് മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നായിരിക്കും എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. കോളേജുകളുടെ കാറ്റഗറിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. എന്താണ് എയ്ഡഡ് കോളേജ്, എന്താണ് അതോടൊപ്പം ഗവൺമെൻറ് കോളേജ്, എയ്ഡഡ് മൈനോറിറ്റി കോളേജ് എന്താണ്, സെൻറ്റ് ഫ്രാൻസ് കോളേജ് എന്താണ്, അഡ്മിഷൻ പ്രൊസീജിയർ എന്താണ് എന്ന വിശദാംശങ്ങൾ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുകയാണ്. ആലപ്പുഴയ്ക്ക് ശേഷം താഴേക്ക് വരുമ്പോൾ കോട്ടയം ജില്ലയിലെ ഗവൺമെന്റ്, എയ്ഡഡ് സ്ഥാപനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗവൺമെന്റ്, എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളാണ് സ്ക്രീനിൽ കാണുക.
കോട്ടയം ജില്ല. കോട്ടയം ജില്ലയ്ക്ക് ശേഷം താഴേക്ക് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. എറണാകുളം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് അതോടൊപ്പം എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്ന് ഇടുക്കി ജില്ല. നമുക്കറിയാം ഇടുക്കിയിൽ പൊതുവെ DLED സ്ഥാപനങ്ങൾ കുറവാണ്. ഡയറ്റ് തൊടുപുഴ അതോടൊപ്പം കുമ്പളി, മൂന്നാർ എന്നിങ്ങനെ 2 തമിഴ് DLED സ്ഥാപനങ്ങളാണ് ഗവൺമെൻറ് മേഖലയിൽ ഇടുക്കിയിലുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തതായി തൃശ്ശൂർ ജില്ലയാണ് നിങ്ങൾക്ക് കാണുക. തൃശ്ശൂർ ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് പാലക്കാട് ജില്ലയിലേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് അതോടൊപ്പം എയ്ഡഡ് അതുകൂടാതെ എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എല്ലാ ജില്ലകളിലും നമുക്ക് ഡയറ്റ് ഉണ്ട്. ഡയറ്റാണ് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്. അത് നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട TTE ആയിട്ട് പ്രവർത്തിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക. തുടർന്ന് നമുക്ക് മലപ്പുറം ജില്ലയിലേക്ക് പോകാം. മലപ്പുറം ജില്ലയിലെ ഗവൺമെൻറ് എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓരോ കോളേജിലെയും സീറ്റുകളുടെ എണ്ണമാണ് അവസാനത്തെ കോളത്തിൽ എന്ന കാര്യം ഒരിക്കൽ കൂടി കൂട്ടിച്ചേർക്കുന്നു. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ സ്ഥാപനങ്ങൾ നോക്കാം. കോഴിക്കോട് ജില്ലയ്ക്ക് ശേഷം വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിൽ നമുക്ക് സ്ഥാപനങ്ങൾ കുറവാണ്. ഡയറ്റ് അതോടൊപ്പം സെൻറ് ജോസഫ് TTI, മാനന്തവാടി കൂടാതെ നമുക്ക് GTTI, പനമരം എന്നിങ്ങനെയാണ് 3 TTIകൾ ഗവൺമെൻറ് എയ്ഡഡ് മേഖലയിൽ വയനാട്ടിൽ ഉള്ളത്. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ സ്ഥാപനങ്ങൾ നോക്കാം. കണ്ണൂർ ജില്ലയിലെ സ്ഥാപനങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. തുടർന്ന് താഴേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള എയ്ഡഡ് ഗവൺമെൻറ് സ്ഥാപനങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അവിടെ നമുക്ക് കന്നഡ മലയാളം മീഡിയം സ്ഥാപനങ്ങളുണ്ട് എന്ന കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ശ്രദ്ധിക്കുക. ഈ ലിസ്റ്റ് നിങ്ങൾക്ക് പോസ് ചെയ്തുകൊണ്ട് വീഡിയോ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ ജില്ല ഏതാണോ അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റുകൾ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോയ്ക്ക് കൂടുതൽ ലെങ്ത് ഉണ്ട്, കാരണം ഇത്രയും കോളേജുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നോക്കുക, 101ഓളം ഗവൺമെൻറ് എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങൾ നമുക്ക് DLED കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അത്രയും കോളേജുകളുടെ ലിസ്റ്റ് വരുന്നത് കൊണ്ടാണ് വീഡിയോയ്ക്ക് അല്പം ലെങ്ത് കൂടുതലായിട്ടുള്ളത് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്കിനി സെൽഫ് ഫിനാൻസ് മേഖലയിലെ DLED സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ജില്ലാ അടിസ്ഥാനത്തിലാണ് സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും ലിസ്റ്റ് കാണുക. ആദ്യം തിരുവനന്തപുരം ജില്ലയിലെ സ്ഥാപനങ്ങളാണ്. ശ്രദ്ധിക്കുക, സ്ഥാപനത്തിൻ്റെ പേരിന് ശേഷം എത്ര സീറ്റുകൾ ഉണ്ട് എന്നറിയാം. അതിനുശേഷം മൈനോറിറ്റി സ്ഥാപനമാണോ അല്ലയോ എന്ന ഒരു യെസ് നോ ഓപ്ഷൻ കൂടിയാണ് ലാസ്റ്റ് കോളം കാണിക്കുക. തിരുവനന്തപുരം ജില്ലയിലെ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരുവനന്തപുരം ജില്ലയ്ക്ക് ശേഷം നമുക്ക് താഴേക്ക് പോവുകയാണ് എങ്കിൽ കൊല്ലം ജില്ലയിലെ സ്ഥാപനങ്ങൾ കാണാം. കൊല്ലം ജില്ലയിലെ സെൽഫ് ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാശ്രയ മേഖലയിലെ DLED സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സ്വാശ്രയ മേഖല, അതായത് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന രീതിയിലുള്ള DLED സ്ഥാപനങ്ങളാണ് സ്വാശ്രയ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. വീഡിയോ നിങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടുത്തുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാപനം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ നമുക്കിപ്പോൾ നിലവിൽ ഒരു സെൽഫ് ഫിനാൻസ് സ്ഥാപനമാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കോട്ടയം ജില്ലയിൽ 2 സ്ഥാപനങ്ങൾ. തുടർന്ന് ഇടുക്കിയിൽ ഒരു സെൽഫ് ഫിനാൻസ് സ്ഥാപനമാണ്, ഒരു സെൽഫ് ഫിനാൻസ് കോളേജാണ് നിലവിൽ നമുക്ക് അറിയാനായിട്ട് ഉള്ളത്. ദെൻ എറണാകുളം ജില്ലയിലെ സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. സീറ്റുകളുടെ എണ്ണമാണ് 2ാമത്തെ കോളത്തിൽ എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് തൃശ്ശൂർ ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള DLED സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് കാണുന്നത്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോകാം. പാലക്കാട് ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള DLED സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, 80 and 20, അതായത് മലയാളം തമിഴ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലാംഗ്വേജിൻ്റെ ബേസിസിലാണ് 2 നമ്പറുകൾ 50-50 എന്ന് കാണിച്ചിരിക്കുന്നത്. അവിടെ മലയാളം മീഡിയം 2 ബാച്ചുണ്ട്. ദെൻ 50-50 കാണിച്ചിരിക്കുന്നു. മലയാളം തമിഴ് എന്നിങ്ങനെയാണ്. ആ കാര്യം ഒന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് മലപ്പുറം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള DLED സ്ഥാപനങ്ങളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. സെൽഫ് ഫിനാൻസ് മേഖലയിലെ സ്ഥാപനങ്ങൾ എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് 50+50 അല്ലെങ്കിൽ ആ രീതിയിൽ സീറ്റുകളുടെ എണ്ണം കാണാൻ സാധിക്കുന്നതാണ്. മലപ്പുറം ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള DLED സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ കാണുന്നത്. മലപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് പോകാം. കോഴിക്കോട് ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള സെൽഫ് ഫിനാൻസ് DLED സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.
പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ ലിസ്റ്റും വായിക്കാത്തത് വീഡിയോയുടെ നീളം ഒരുപാട് കൂടിപ്പോകും എന്നതുകൊണ്ടാണ്. എല്ലാവർക്കും അവനവൻ്റെ ജില്ലയിലെ അല്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ജില്ലയിലെ സ്ഥാപനങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പോസ് ചെയ്തോ അല്ലെങ്കിൽ ഓടിച്ച് കണ്ടാൽ മതിയാകും. നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥാപനങ്ങളുടെ പേര് ഇവിടെ നിന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ ജില്ലയുടെയും സെപ്പറേറ്റ് ചെയ്യാൻ പോയാൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് ഉണ്ട്, എയ്ഡഡ് ഉണ്ട്, സെൽഫ് ഫിനാൻസ് ഉണ്ട്, എയ്ഡഡ് മൈനോറിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഒറ്റ വീഡിയോയിൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കുന്നത്. നിങ്ങളോട് പലരോടും നമ്മളൊരു ഫീഡ്ബാക്ക് ചോദിച്ചിരുന്നു. പല ഡീലഡ് വീഡിയോയും ചെയ്തപ്പോൾ ചോദിച്ചതാണ് ഓരോ ജില്ലയിലെ സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് തരാമോ എന്ന്. പക്ഷേ ഇത്രയും വലിയൊരു വീഡിയോ ആയതുകൊണ്ട് ചെയ്യാൻ ഞാൻ വിമുഖത കാണിച്ചു. എന്നാൽ തുടർന്ന് വീണ്ടും ഒരുപാട് എൻക്വയറി വന്നു. അതിനെ തുടർന്ന് ഒരു പോൾ യൂട്യൂബിൽ നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ലെങ്തി വീഡിയോ ആണ് എങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വയനാട് ജില്ലയുടെ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് കണ്ണൂർ ജില്ലയിലെ ലിസ്റ്റ് നമുക്ക് കാണാം. കണ്ണൂർ ജില്ലയിൽ അവൈലബിൾ ആയിട്ടുള്ള സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ. തുടർന്ന് കാസർഗോഡ് ജില്ലയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, 101ഓളം സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ നിങ്ങൾക്കിപ്പോൾ ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. സംസ്ഥാനത്ത് അവൈലബിൾ ആയിട്ടുള്ള ഗവൺമെൻറ്, എയ്ഡഡ്, അതോടൊപ്പം സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങൾ, അതോടൊപ്പം എയ്ഡഡ് മൈനോറിറ്റി സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ പരിശോധിച്ചത്. ഇത് 2024 DELED അഡ്മിഷൻ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനങ്ങളുടെ പട്ടികയാണ് എന്ന കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നു. സംസ്ഥാനത്ത് DELED കോഴ്സ് ഓഫർ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഗവൺമെന്റ്, എയ്ഡഡ്, അതോടൊപ്പം എയ്ഡഡ് മൈനോറിറ്റി, സെൽഫ് ഫിനാൻസ് സ്ഥാപനങ്ങളുടെ ലിസ്റ്റാണ് നമ്മൾ കണ്ടത്. ഈ വീഡിയോ ഇവിടെ വരെ കണ്ടവർക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഷെയർ ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സ്, ജോലി സംബന്ധമായ അറിയിപ്പുകൾ, ഇതിനെല്ലാം നമുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. എല്ലാ ലിങ്കുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുന്നു. അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി.